ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ചിക്കൻ കറി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മളിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ടാവും. ഒരു 3 സവോള, മീഡിയം സൈസിലെ സവോള, 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് 1.5 തക്കാളി ഇതുപോലെ മുറിച്ച് വെച്ചതാണ്. ഇനി കുറച്ച് മല്ലിച്ചപ്പും 2 തണ്ട് കറിവേപ്പില. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നമ്മൾ ആവശ്യത്തിന് എടുക്കും. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്കും ചൂടാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ എടുക്കും. ഏകദേശം ഒരു 1.5 സ്പൂണ് ഉണ്ടാവും. അത് നന്നായിട്ടൊരു 30 സെക്കൻഡ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കണം. അത് നന്നായി വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴറ്റുന്നതിന് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ലേശം നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ലേശം. കാരണം ഇതൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സോൾട്ടും ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. സവോള ഒരു പകുതി വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് വഴറ്റണം. തക്കാളി ഒന്ന് ഒന്ന് ചുമന്ന് വരുന്നത് വരെ നമ്മൾ ഇളക്കണം. നന്നായിട്ട് വഴറ്റണം. അപ്പോൾ അതിനു മുമ്പ് നമ്മളൊന്ന് മൂടി വെക്കുകയാണ്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ നമ്മൾ മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് നന്നായിട്ട് വഴറ്റി ആ തക്കാളിയൊക്കെ നമ്മളതിലേക്കൊന്ന് ഉടച്ചുടച്ച് കൊടുക്കണം. അതിങ്ങനെ ഒന്ന് കുത്തി ഒന്ന് ഉടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ തക്കാളിയുടെ ഫ്ലേവറൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അങ്ങനെ നമ്മൾ ഇത് ഒന്ന് ഒരു ചുവപ്പ് കളറാവുന്നത് വരെ നമ്മളൊന്ന് നന്നായി ഇളക്കി നന്നായിട്ട് വഴറ്റി നല്ല ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. അതിനുശേഷം കാശ്മീരി ചില്ലി ഒരു 1/2 സ്പൂൺ, 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടി. നമ്മളിവിടെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പാകത്തിന് ആഡ് ചെയ്താൽ മതി. സ്പൂൺ കണക്ക് ഞാൻ പറയുന്നില്ല. 1 സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റണം. നന്നായി വഴറ്റി നല്ലൊരു മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം. അങ്ങനെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് കുറച്ച് നേരം ഒരു 1-1.5 മിനിറ്റ് നമ്മൾ ഒരു ലോ ഫ്ലെയിമിലാക്കി നമ്മളിത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ചിക്കനുമായിട്ട് ചേർന്ന് ഒരു 1-1.5 മിനിറ്റ് അല്ല 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റണം. നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായി ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സാൾട്ട് നമ്മൾ ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് ചേർത്താണല്ലോ. അപ്പോൾ ചിക്കനും കൂടെ ഉള്ള സാൾട്ട് നമ്മൾ ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു സ്പൂൺ, ഒരു ചെറിയൊരു ടീസ്പൂൺ സാൾട്ട് നമ്മൾ ആഡ് ചെയ്തത് മൂടി വയ്ക്കണം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ നമ്മളൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ അത് എടുത്ത് നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മളത് ഒരു 10 മിനിറ്റും കൂടെ മൂടി വയ്ക്കുന്നുണ്ട്. ഞാനൊന്നും മൂടി വയ്ക്കുന്നത് കാണിച്ചിട്ടില്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീണ്ടും 10 മിനിറ്റ് മൂടി വെക്കുന്നത്. വീണ്ടും നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മളത് എടുത്ത് നോക്കണം. ഇപ്പോൾ ടോട്ടൽ 10 മിനിറ്റ് പ്ലസ് 15, അപ്പോൾ എത്രയായി ടോട്ടൽ? 25 മിനിറ്റായി. 25 മിനിറ്റ് വേണം ഈ ചിക്കനൊന്ന് വെന്ത് കിട്ടണമല്ലോ നന്നായിട്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആ മല്ലിയില ഒന്ന് ചെറുതായിട്ട് വേകണം. പിന്നെ നമ്മൾ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.